നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ ധാരാളം ലാഭം ഉണ്ടാക്കാനും വളരാനും ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ? കാരണം ഒരു കമ്പനി വളരുമ്പോഴാണല്ലോ നമ്മുടെ പണവും വളരുന്നത്. ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ പുറത്തുവിടുന്ന കണക്കുകൾ കണ്ടുകൊണ്ടാണല്ലോ. ഈ കണക്കുകളൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? അതോ ചുമ്മാ പെരുപ്പിച്ച് കാണിക്കുന്നതാണോ നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഇല്ലാത്ത കണക്കുകൾ വെറുതെ എഴുതി ചേർക്കാൻ പറ്റുമോ? ഒരു കമ്പനി ഫ്രോഡ് കാണിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ഇല്ലാത്ത കണക്കുകൾ കാണിക്കാൻ പറ്റും. അതായത് ഒരു കമ്പനി പെട്ടെന്ന് വലിയ ലാഭം ഉണ്ടാക്കുന്നു, ആസ്തികൾ കുതിച്ചുയരുന്നു. ഒരു രൂപ പോലും അധികം സമ്പാദിക്കാതെ, ഒരു ഉൽപ്പന്നം പോലും അധികം വിൽക്കാതെ ഒരു കമ്പനിക്ക് അതിന്റെ ലാഭം കോടികളായി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ കമ്പനികൾ ചെയ്യുമോ എന്നതാകും അടുത്ത സംശയം. അങ്ങനെ ചെയ്ത ഒരു കമ്പനിയുടെ റിയൽ എക്സാമ്പിൾ ആണ് സത്യം സ്കാം. നിങ്ങൾ ഈ സ്കാമിനെ കുറിച്ച് കേട്ട് കാണും. കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ബാലൻസ് ഉണ്ടെന്ന് അവർ കാണിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പണം ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം 7000 കോടി രൂപ ഇല്ലാത്ത ലാഭവും ആസ്തിയുമായി ബാലൻസ് ഷീറ്റിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണ്. എങ്ങനെയാണ് അവർ ഈ സ്കാം നടത്തിയത്? 6000-ലധികം വ്യാജ ഇൻവോയ്സുകൾ ഉണ്ടാക്കി ഇല്ലാത്ത വരുമാനമുണ്ടെന്ന് വരുത്തി തീർത്തു. ഇല്ലാത്ത ജോലിക്കാരെ കാണിച്ച് ശമ്പള ഇനത്തിൽ പണം മാറ്റുന്നു എന്ന് വിശ്വസിപ്പിച്ചു. ഇൻവെസ്റ്റർമാരെയും ഓഹരി വിപണിയും വഴിതെറ്റിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കമ്പനി അതിശയിപ്പിക്കുന്ന വളർച്ച കാണിക്കുന്നു എന്ന് വിശ്വസിപ്പിച്ച് ഷെയർ വില ഉയർത്തി നിർത്താൻ കമ്പനിയുടെ സ്ഥാപകൻ രാമലിംഗ രാജു ശ്രമിച്ചു. ഒരു കമ്പനിയുടെ ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടല്ല, മറിച്ച് അത് പിന്തുടരുന്ന അക്കൗണ്ടിംഗ് രീതികളിലെ മാറ്റം കൊണ്ട് മാത്രം സാമ്പത്തിക കണക്കുകൾ മാറിമറിയുന്ന സാഹചര്യം സങ്കല്പിക്കുക. 1 രൂപ പോലും അധികമായി സമ്പാദിക്കുകയോ ചിലവാക്കുകയോ ചെയ്യാതെ തന്നെ ആസ്തികളുടെ മൂല്യം കണക്കാക്കുന്നതിലോ വരുമാനം രേഖപ്പെടുത്തുന്നതിലോ ബാധ്യതകൾ അളക്കുന്നതിലോ വരുന്ന ചെറിയ മാറ്റങ്ങൾ വഴി ഇത് സംഭവിക്കാം. കണക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം മാറ്റങ്ങൾ മാനേജ്മെന്റിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചും നിക്ഷേപകരെ അവർ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും കൃത്യമായ സൂചനകൾ നൽകുന്നു. നിക്ഷേപകർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ചിലപ്പോൾ ഒരു കമ്പനിയുടെ പ്രകടനത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം അതിന്റെ പ്രവർത്തന മികവ് കൊണ്ടാവില്ല, മറിച്ച് അക്കൗണ്ടിംഗിലെ മാറ്റം കൊണ്ടായിരിക്കാം. അക്കൗണ്ടിംഗ് നയങ്ങളിലെ അല്ലെങ്കിൽ എസ്റ്റിമേറ്റുകളിലെ മാറ്റം നിയമപരമാണോ അതോ വെറും അക്കൗണ്ടിംഗ് കൃത്രിമമാണോ എന്ന് തിരിച്ചറിയുന്നിടത്താണ് വിവരമുള്ള നിക്ഷേപകനും സാധാരണ വായനക്കാരും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാകുന്നത്. നമുക്ക് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതിനായി അക്കൗണ്ടിംഗ് പോളിസി, അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സ് എന്നീ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുമ്പോഴും അവതരിപ്പിക്കുമ്പോഴും ഒരു സ്ഥാപനം പിന്തുടരുന്ന നിർദ്ദിഷ്ട തത്വങ്ങൾ, അടിസ്ഥാനങ്ങൾ, നിയമങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നിവയാണ് അക്കൗണ്ടിംഗ് പോളിസികൾ. ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുന്ന നിശ്ചിത രീതിയാണിത്. സാമ്പത്തിക കണക്കുകളിൽ കൃത്യമായി അളക്കാൻ കഴിയാത്തതും എന്നാൽ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഏകദേശ കണക്ക് കൂട്ടേണ്ടതുമായ തുകകളാണ് അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റുകൾ. ഉദാഹരണത്തിന്, ഒരു കമ്പനി പുതിയ മെഷീൻ വാങ്ങിയപ്പോൾ അത് 10 വർഷം പ്രവർത്തിക്കുമെന്ന് കരുതി. എന്നാൽ സാങ്കേതിക വിദ്യ മാറിയതോടെ അത് 4 വർഷമേ ഉപയോഗിക്കാൻ കഴിയൂവെന്ന് കമ്പനി പിന്നീട് വിലയിരുത്തുന്നു. ഇത് അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റിലെ മാറ്റമാണ്. അക്കൗണ്ടിംഗിൽ ഈ 2 കാര്യങ്ങളും ഒരേ സമയം നിലനിൽക്കുന്നുണ്ട്. പോളിസികൾ കൃത്യമായ ഒരു ഘടന നൽകുമ്പോൾ എസ്റ്റിമേറ്റുകൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള വഴക്കം നൽകുന്നുണ്ട്. ഇവ രണ്ടും ചേർന്നാണ് ഒരു കമ്പനിയുടെ സാമ്പത്തിക ചിത്രം വ്യക്തമാകുന്നത്. എന്നാൽ ഇവയിൽ മാറ്റം വരുത്തുമ്പോൾ അത് കമ്പനിയുടെ ലാഭനഷ്ട കണക്കുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അക്കൗണ്ടിംഗിൽ ഒരേ കാര്യം തന്നെ പല രീതിയിൽ രേഖപ്പെടുത്താൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്ഥലത്തിന്റെ വില അത് വാങ്ങിയ വിലയിൽ കണക്കാക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് വിലയിലും കണക്കാക്കാം. ഇതിൽ ഏത് രീതി വേണമെന്ന് കമ്പനിക്ക് തീരുമാനിക്കാം. പക്ഷെ പ്രശ്നം അവിടെയല്ല, ഈ രീതി ഇടയ്ക്കിടെ മാറ്റുന്നതിലാണ്. ഒരു കമ്പനി പെട്ടെന്ന് തങ്ങളുടെ രീതി മാറ്റിയാൽ ബിസിനസ്സിൽ 1 രൂപയുടെ മാറ്റം പോലും വരാതെ തന്നെ അക്കൗണ്ട് ബുക്കിംഗിലെ ലാഭം കുത്തനെ കൂടിയതായി കാണിക്കാം. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഒന്നേ ഉള്ളൂ: ഇത് ശരിക്കും ആവശ്യമുണ്ടായിട്ടാണോ അതോ ലാഭം കൂട്ടിക്കാണിക്കാനുള്ള പ്ലാനാണോ? നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനുകൾക്കും വണ്ടികൾക്കും ഓരോ വർഷവും വില കുറയുമല്ലോ. ഇതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് കണക്കാക്കുന്നതിലും ചെറിയ കളികൾ നടക്കാം. ഒരു മെഷീൻ 10 വർഷം ഓടുമെന്ന് കരുതിയാൽ ഓരോ വർഷവും കുറഞ്ഞ തുക ചെലവായി കാണിക്കേണ്ടി വരൂ. എന്നാൽ അത് 5 വർഷമേ ഓടൂ എന്ന് മാനേജ്മെന്റ് പെട്ടെന്ന് മാറ്റിയാൽ ആ വർഷത്തെ ചിലവ് കൂടും, ലാഭം കുറയും. ഇവിടെ മെഷീൻ ഒന്നും സംഭവിച്ചിട്ടില്ല. മാനേജ്മെന്റിന്റെ ഒരു തീരുമാനത്തിൽ കമ്പനിയുടെ ലാഭനഷ്ട കണക്കുകൾ മാറി മറിഞ്ഞു. അക്കൗണ്ടിംഗിൽ 2 പ്രധാന കാര്യങ്ങളുണ്ട്: ജാഗ്രതയും സ്ഥിരതയും. അതായത് ലാഭം കൂട്ടിക്കാണിക്കരുത്, അതുപോലെ തന്നെ ചെയ്യുന്ന രീതി ഇടയ്ക്കിടെ മാറ്റുകയും ചെയ്യരുത്. പുതിയ നിയമം വരുമ്പോഴോ അല്ലെങ്കിൽ മാറ്റം അനിവാര്യമാകുമ്പോഴോ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഒരു പോളിസി മാറ്റിയാൽ ആ മാറ്റം മുൻപത്തെ വർഷങ്ങളിൽ ആയിരുന്നുവെങ്കിൽ കണക്കുകൾ എങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് കമ്പനി വ്യക്തമാക്കണം. ഇതിനെയാണ് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങളും കമ്പനികൾക്ക് മായം കാണിക്കാൻ സാധിക്കും. സ്റ്റോക്കിന്റെ വിലയാണ് ആദ്യത്തേത്. പഴയ സ്റ്റോക്ക് ആദ്യം വിൽക്കുന്നു എന്ന് കണക്കാക്കിയാൽ സാധനങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് ലാഭം കൂടുതലായി കാണിക്കാൻ പറ്റും. കിട്ടാക്കടങ്ങളാണ് അടുത്തത്.
കടം കൊടുത്ത പണത്തിൽ എത്ര തിരിച്ചു കിട്ടില്ല എന്ന് മാനേജ്മെന്റ് മുൻകൂട്ടി തീരുമാനിക്കുന്ന രീതിയാണ്. ഈ തുക കുറച്ചു കാണിച്ചാൽ ലാഭം താനെ കൂടും. കോടതി കേസുകളാണ് അടുത്തത്. കമ്പനിക്കെതിരെയുള്ള കേസുകൾക്കായി എത്ര പണം മാറ്റിവെക്കണമെന്നത് മാനേജ്മെന്റിന്റെ ഇഷ്ടമാണ്. ഇത് കുറച്ചാൽ ലാഭം മെച്ചപ്പെട്ടതായി തോന്നും. അതായത് ഈ പറയുന്ന അക്കൗണ്ടിംഗ് മാറ്റങ്ങൾ വെറും കണക്കിലെ കളികളല്ല, അവ കമ്പനിയുടെ യഥാർത്ഥ അവസ്ഥയെ മറച്ചു പിടിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാവാം. അതുകൊണ്ട് ഒരു കമ്പനിയുടെ ലാഭം കണ്ട് കണ്ണഞ്ചി പോകുന്നതിന് മുൻപ് അവരുടെ നോട്ട്സ് ടു അക്കൗണ്ട് ഒന്ന് ഓടിച്ചു നോക്കണം. ലാഭം കൂടുന്നത് ബിസിനസ് മിടുക്കുകൊണ്ടാണോ അതോ അക്കൗണ്ടിംഗ് ബുക്കിലെ അക്കങ്ങൾ മാറ്റി എഴുതിയത് കൊണ്ടാണോ എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു കമ്പനിയുടെ ലാഭം കൂടുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുന്നത് കൊണ്ടാണോ അതോ അക്കൗണ്ടിങ്ങിന്റെ പേനയുടെ തുമ്പിലൂടെയാണോ എന്ന് തിരിച്ചറിയുന്നിടത്ത് നിക്ഷേപകന്റെ വിജയം കാണുന്നു. കേവലം ലാഭത്തിന്റെ കണക്കുകൾ മാത്രം നോക്കാതെ ആ ലാഭത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ നമ്മൾ ശീലിക്കണം.